അപ്പോൾ നമുക്ക് ഇന്നൊരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് എനിക്ക് ലീവാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. പിന്നെയാണെങ്കിൽ ഈ ഹോസ്റ്റലിലെ കിച്ചൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ടെറസിൽ ഒരു ഏരിയ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ പുറകിൽ ഇങ്ങനെ തുണിയെല്ലാം കാണുന്നത്. അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടയും ബ്രെഡും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് ഈ മുട്ട ഉണ്ടാക്കുന്നതാണ്. ഞാൻ നേരത്തെ ഇത് ബോയിൽ ചെയ്തിട്ടായിരുന്നു കഴിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ കഴിക്കുന്ന ആ ടേസ്റ്റ് ഇഷ്ടമില്ല. ഞാൻ ഈ പാൻ ഇവിടെ വെച്ചിട്ടാണ് താഴെ വരെ ഒന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂം താഴെയാണ്. ഇവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്കും പാനെല്ലാം കൂടി പുകഞ്ഞിപ്പോൾ കത്തിപ്പോയാൽ. അപ്പോൾ ആണെങ്കിൽ മുട്ട ദേ ഉണ്ടാക്കുവാണ്. അപ്പോൾ എനിക്ക് ഈ കുക്കിംഗ് ഒന്നും വലിയ ഇഷ്ടമല്ല. പെട്ടെന്ന് ഉണ്ടാക്കി തീർത്തിട്ട് ഇറങ്ങിപ്പോണം എന്നൊരു മൈൻഡിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ വരുന്നത് തന്നെ. കാരണം ആണെങ്കിൽ ഒത്തിരി നേരം നിന്ന് കുക്ക് ചെയ്യാൻ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്കിഷ്ടമില്ല. പിന്നെ ഞാൻ ബ്രെഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഈ മുട്ടയ്ക്ക്. അത് കഴിഞ്ഞ് എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുവാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പരിപാടി. എൻ്റെ സ്വന്തം പയറും കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കുഞ്ഞിലെ തൊട്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ഉണ്ടാക്കാനും എളുപ്പം. അതുകൊണ്ട് ഞാൻ ഇപ്പം മിക്ക സാറ്റർഡേസ് സൺഡേസൊക്കെ ഇതാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സെൽഫ് കെയർ ആകാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാനാണെങ്കിൽ മുൾട്ടാനി മിട്ടിയാണ് ഇടുന്നത്. മിക്ക വീക്കെൻഡിലും ഞാനിങ്ങനെ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. കൂടുതലും ഇങ്ങനെ DIY ഹോം മെയ്ഡായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. അപ്പം അതില്ലെങ്കിൽ ഈ മുൾട്ടാനി മിട്ടി ഇടും. പിന്നെ ആണെങ്കിൽ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാണ്. ഞാൻ കോക്കനട്ട് ഓയിൽ തേച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അത് കൊള്ളില്ലെന്നാണ് കേൾക്കുന്നത്. എല്ലാവരും അലോവേര അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതേ ഹെയറിൽ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോയ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പം ഞാൻ അവളെ ഓർക്കാകില്ല. അതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കഞ്ഞി കുടിക്കുകയാണ്. അപ്പം പയറും കഞ്ഞി, അച്ചാറും പിന്നെ ആ മോരും കിഴങ്ങും ഇട്ടിട്ടുള്ള ആ ഒരു റെസിപ്പിയായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.